അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ സുഹൃത്ത് ഒരു ഫെനി നൈനാനെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ? ആ കക്ഷി തന്നെയാണ് നമ്മുടെ വ്യാജ ID കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഫെനി നൈനാൻ. സഹയാത്രികൻ, അദ്ദേഹത്തിന് കൂടെ എപ്പോഴും പെട്ടിയെടുത്ത് ഇങ്ങനെ കാണും. അപ്പോൾ ഈ ഫെനി നൈനാനെ UDF-ന്റെ സ്ഥാനാർത്ഥിയാക്കി. അത് UDF കൺവീനർ കൂടിയായ UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിഞ്ഞിട്ടില്ല. അത് പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. ആ ഫെനി നൈനാന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് ഞങ്ങളൊന്ന് പോയി. അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് ഇപ്പോൾ പ്രേക്ഷകരോട് പറയും. പത്തനംതിട്ടയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ് ഫെനി നൈനാൻ. രാഹുലിനെതിരെ KPCCക്ക് യുവതി പരാതി നൽകിയതിൽ ഫെനിയെക്കുറിച്ചും പരാമർശമുണ്ടായിരുന്നു. രാഹുൽ ഈ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയും രാഹുലിനെയും അവിടെ എത്തിച്ചത് ഈ ഫെനി നൈനാനാണ് എന്നുള്ളതാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഈ ഫെനി നൈനാന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രവർത്തനമൊന്നും ഇല്ലേ? ഫെനി സ്ഥലത്തില്ലേ? ഫെനി മുങ്ങിയ? അരുൺ, ഇപ്പോൾ സമയം 9:38. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ ചൂടുപിടിച്ച് നടക്കുന്ന സമയമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ളൂ വോട്ടെടുപ്പിന്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തനായിട്ടുള്ള ഫെനി നൈനാന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണിത്. അടൂർ നഗരസഭ വാർഡ് 8 പോത്രാട് നിന്നാണ് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇപ്പോൾ സമയം ഇത്രയുമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. താഴെ ഉണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടില്ല. പക്ഷേ ഇതിനകത്തൊന്നും ആരെയും കാണുന്നില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇന്ന് ഇവിടേക്കാരും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫെനി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന രണ്ടാമതൊരു പരാതി, ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ, അത് ഫെനിക്കെതിരെയുള്ള പരാമർശങ്ങൾ ശരിയല്ല എന്നാണ് ഫെനി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുവേണ്ടിയുള്ള നിയമപോരാട്ടം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചരണം അവസാനിപ്പിക്കുന്നില്ല, താൻ പ്രചരണ ചൂടിൽ തന്നെയാണ്, വോട്ടർമാരെ വീട് കണ്ട് കയറി കാണും എന്നൊക്കെ ഇന്നലെ വൈകിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വിജനമാണ്, ഇവിടെ ആരെയും കാണുന്നില്ല. ഈ ഭാഗത്തുള്ള വീട് കയറി പ്രചരണം നടത്തുമെന്നൊക്കെയാണ് ഇന്നലെ ഫെനി പറഞ്ഞിരുന്നത്. ഫെനിയെ നമ്മൾ ബന്ധപ്പെടാൻ പലതവണ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്തും നാം വിവരങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അവർക്കാർക്കും ഫെനി എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ ഒരു കൃത്യമായിട്ടുള്ള മറുപടി അവർ നൽകുന്നില്ല. ഏതായാലും ഇപ്പോൾ ഇവിടെ ഫെനി നൈനാന്റെ പോസ്റ്ററുകളും ഒപ്പം തന്നെ ബാനറുകളും ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഇത്രയും സമയമായിട്ടും ആരും വന്നിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങളോട് അദ്ദേഹം ചില സുപ്രധാന കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. അരുൺ, നാം ഫെനി നൈനാന്റെ വീട്ടിൽ പോയിരുന്നു. ഇവിടെ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറിയാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹത്തിന്റെ അമ്മയുമായി സംസാരിച്ചിരുന്നു. അമ്മ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആണല്ലോ, പ്രചരണ രംഗത്ത് സജീവമായി കാണും എന്നാണ് ഫെനി നൈനാന്റെ അമ്മ അറിയിച്ചത്. അത് പ്രകാരം ആണ് നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ അടുത്തേക്ക് വന്നത്. അരുൺ, നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് വരികയും ഫെനി നൈനാന്റെ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തിരുന്നു. അന്ന് പക്ഷേ ഫെനി നൈനാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഫെനി നൈനാനെ വീട്ടിൽ വെച്ച് കാണാൻ സാധിച്ചിരുന്നില്ല. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബാംഗങ്ങൾ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിനുശേഷം അന്ന് വൈകിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഫെനി നൈനാൻ അവിടെ എത്തുകയും പോലീസുകാരെ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. അതായത് താൻ ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തുകയും കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഫെനിയുടെ പരാതി. അന്ന് പോലീസുകാരുടെയൊക്കെ മുഖത്ത് നോക്കി അധികം മസിൽ പിടിക്കേണ്ട, കാണിച്ചു തരാം എന്നൊക്കെ ഒരു വെല്ലുവിളിയും അടൂർ പോലീസ് സ്റ്റേഷനിൽ ഫെനി നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ രണ്ടാമതൊരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത്. അത് ഇമെയിൽ മുഖാന്തരം KPCC അധ്യക്ഷന് വരികയും ആ വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് പിന്നീട് മാധ്യമങ്ങൾ ഈ ഫെനിയെ കണ്ടത്. അപ്പോഴാണ് പറഞ്ഞത് താൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി തന്നെ തുടരും, നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു ആരോപണം ഫെനി നൈനാനെതിരെ വന്നത്, ഈ രണ്ടാമതുള്ള പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വാഹനം ഓടിച്ചിരുന്നത് ഫെനി ആയിരുന്നു എന്നുള്ളതാണ്.